did you put? ദേ മിസ്സിന്റെ മക്കൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ 7ാം ക്ലാസ്സിൽ ഒരു അടിപൊളി കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നടാ? ദേ നോക്കിയേ, ബയാ ഹമാരി ചിടിയാ റാണി അല്ലേ? ഒരു അടിപൊളി കവിതയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പം കുറച്ചൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും എന്തൊക്കെയായിരുന്നു അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നേ എന്നുള്ള കാര്യം അല്ലേ? ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന A+ ക്വസ്റ്റ്യൻ ആണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചോ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ ആരും എക്സാമിന് പോവരുത്. എല്ലാവരും നന്നാക്കി പഠിക്കണം കേട്ടോ. റെഡി? അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് മിസ് പറഞ്ഞു തരട്ടെ, നോക്കിയോ. കവിതയായിരുന്നു കേട്ടോ. ബയാ ഹമാരി ചിടിയാ റാണി കവിതയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? ബയാ ഹമാരി ചിടിയാ റാണി എന്ന് പറഞ്ഞാല് ബയ എന്താണ്? ഞങ്ങളുടെ പക്ഷികളുടെ രാജാവ് അല്ലെ? നമ്മുടെ എന്താണ്? പക്ഷികളുടെ രാജാവാണ് ബയ അല്ലെ? അതായിരുന്നു കവിത. ഇനി ആദ്യത്തെ ചോദ്യത്തെ മിസ് പറഞ്ഞുതരാം. നോക്കിയേ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്താണ് ചോദ്യം? നിമ്നലിഖിത് ആശയ വാലി പംക്തിയാം ചുനേ എന്ന് പറഞ്ഞാല് താഴെ കൊടുത്തിരിക്കുന്ന അർത്ഥം വരുന്ന വരികൾ കണ്ടെത്തൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താഴെ കൊടുത്ത അർത്ഥമാണ് ആദ്യം നോക്കേണ്ടത്. ആശയ വാലി പംക്തിയാം എന്ന് പറഞ്ഞാൽ എന്താണെടാ? ആശയ വാലി പംക്തിയാം എന്ന് പറഞ്ഞാല് ആശയം വരുന്ന വരി. ഓക്കെ, എന്താണ്? ആശയം വരുന്ന വരി. പംക്തി എന്ന് പറഞ്ഞാൽ വരിയാണ് കേട്ടോ. നന്നാക്കി പഠിച്ചു വെക്കണേ, മനസ്സിലാക്കി വെക്കണം. പംക്തി എന്ന് പറഞ്ഞാൽ വരി എന്നാണ് അർത്ഥം. റെഡി? അപ്പം താഴെ 2 എന്ത് കൊടുത്തിട്ടുണ്ട്? അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 പോയിന്റ് കണ്ടോ മിസ്സിന്റെ മക്കൾ എല്ലാവരും? 1, 2 കണ്ടോ? ഇത് രണ്ടും അർത്ഥങ്ങളാണ്. ആ അർത്ഥം വരുന്ന വരികൾ ഏതാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതൂ എന്നാ പറഞ്ഞിരിക്കുന്നേ. അപ്പം ആദ്യത്തെ അർത്ഥം എന്താ കൊടുത്തിരിക്കുന്നേ നോക്കിയോ എല്ലാവരും. ചിടിയ ദൂർ ന ജായേ ഇസ്കെ ലിയേ ആംഗൺ മേ ദാന പാനി ഭർ ദേഖേം. യെസ്, എന്താ പറഞ്ഞേ? ചിടിയ ദൂർ ന ജായേ, ചിടിയ പക്ഷി ദൂരെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആംഗൺ മേ ദാന പാനി ഭർ ദേങ്കേം, മുറ്റത്ത് ധാന്യവും വെള്ളവും നിറച്ചിട്ടുണ്ട്. പറഞ്ഞില്ലായിരുന്നോ കവിതയില്? ഏത് വരിയിലായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നേടാ? ഒന്ന് ഓർത്തു നോക്കിയേ. ഏത് വരിയിലായിരുന്നു അത് പറഞ്ഞത്? പറന്നു പോവണ്ട, നിനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ധാന്യങ്ങളും കുടിക്കാൻ വെള്ളവും ഒക്കെ മുറ്റത്ത് തരാം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ആ കുട്ടികള് പക്ഷിയുടെ അടുത്ത്? യെസ്, ആ വരിയാണ് അപ്പൊ നമ്മൾ എഴുതേണ്ടത്. നോക്കിയേതാ, ഇതാണ് ആ വരി. ഒന്നാമത്തെ കണ്ടോ മിസ്സിന്റെ മക്കൾ എല്ലാവരും? ഏതാണ് വരി? മിസ് പറഞ്ഞുതരാം. തുജ്കോ ദൂർ ന ജാനേ ദേംഗേ ദാനോം സേ ആംഗൺ ഭർ ദേംഗേ और होंज में भर देंगे हम मीठा मीठा ठंडा पानी. എന്തായിരുന്നു അർത്ഥം? നോക്കി എല്ലാവരും ശ്രദ്ധിച്ചോ, മിസ് പറഞ്ഞുതരാം. തുജ്കോ ദൂർ ന ജാനേ ദേംഗേ, നിന്നെ ദൂരെ പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. ന ജാനേ, പോവാൻ എന്താണ്? പോവാൻ അനുവദിക്കില്ല. ഓക്കെ, അനുവദിക്കില്ല. എന്ത് ചെയ്ത് തരാം എന്നാ പറഞ്ഞിരിക്കുന്നേ? ദാനോം സേ ആംഗൺ ഭർ ദേംഗേ. ദാനോം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ എന്ത് ചെയ്ത് തരാം? ആംഗൺ, മുറ്റത്ത് നിറയ്ക്കാം എന്നാ പറഞ്ഞത്. ഓക്കെ, നീ ദൂരേക്ക് പോണ്ട, നിനക്ക് കഴിക്കാൻ ധാന്യങ്ങൾ ഞങ്ങൾ വീട്ടിന്റെ മുറ്റത്ത് തരാം. അടുത്തതോ, കുടിക്കാൻ വെള്ളം പറഞ്ഞിട്ടില്ലായിരുന്നോ? ദേ ഇവിടെ പറയുന്നേ നോക്കിയോ. और होज में भर देंगे हम मीठा मीठा ठंडा पानी. ഹോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പാത്രം അല്ലായിരുന്നോ? മിസ് ലൈവ്, നിങ്ങൾ ഫുൾ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നോ? ഈ ചാപ്റ്ററിന്റെ ലൈവ് മിസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ മിസ് വൃത്തിയാക്കി ഡീറ്റെയിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഹോംസ് എന്ന് പറഞ്ഞാൽ എന്താണ് മിസ് ചിത്രമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആ ലൈവ് പോയിട്ട് കാണണം. റെഡി? ഓക്കെ, അപ്പം എന്താണ്? ഹോംസ്, ആ പാത്രത്തിൽ എന്ത് ചെയ്യാം? ഭർ ദേംഗേ ഹം മീഠാ മീഠാ ടണ്ടാ പാനി. ആ പാത്രം, ഹോംസ് എന്ന് പറഞ്ഞ പാത്രമാണ്. പാത്രത്തിൽ എന്ത് തരാം? നിറച്ചു തരാം. എന്ത്? മീഠാ മീഠാ, മധുരമുള്ള, ടണ്ടാ പാനി, തണുത്ത വെള്ളം. ഓക്കെ,
സെറ്റ് അല്ലേ? ഇത് ഏതായിരുന്നു അർത്ഥം തന്നത്? ഇതേ ചിടിയാ ദൂർ ന ജായേ ഇസ്കേ ലിയേ ആംഗൺ മേ ദാനാ പാനി ഭർ ദേംഗേ. പക്ഷി ദൂരെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആംഗൺ കണ്ടോ, മുറ്റത്ത് നിനക്ക് ധാന്യങ്ങളും വെള്ളവും തരാം. ഏത് വരിയായിരുന്നു? ഇതേ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ വരിയിലാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാ എഴുതേണ്ടത് എന്ന്? ഇനി അടുത്ത അർത്ഥം മിസ് പറഞ്ഞുതരാം, നോക്കിയോ. ദേ രണ്ടാമത്തത് എന്താ മക്കളെ, എല്ലാരും ശ്രദ്ധിച്ചേ, മിസ് വായിക്കാം, നോക്കിയോ. ओके, बच्चे बाया बनकर उड़ जाए तो हम मादा चिड़िया के पास रहेंगे. എന്താ പറഞ്ഞിരിക്കുന്നേ? ബച്ചേ ബയ ബൻകർ ഉഡ് ജായേ, കുഞ്ഞുങ്ങള് ബയയായിട്ട് മാറിക്കഴിഞ്ഞാൽ അല്ലെ, കുഞ്ഞി പക്ഷികളൊക്കെ എന്താവും? ബയയാവും, വലുതായി കഴിഞ്ഞിട്ട് എന്താകും? ഉഡ് ജായേ, പറന്നു പോകും അല്ലെ. ഉഡ് ജായേം എന്ന് പറഞ്ഞാൽ എന്താണ്? പറന്നു പോവുക അല്ലെ. ഭയയായി കഴിഞ്ഞിട്ട് പറന്നു പോകുമ്പം എന്ത് ചെയ്യാം? ഹം മാതാ ചിടിയാക്കെ പാസ് രഹേങ്കേ, ഞങ്ങള് മാതാ ചിടിയാടെ കൂടെ നിൽക്കാം, അടുത്ത് നിൽക്കാം എന്നാ പറഞ്ഞത്. കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ വലുതായിട്ട് എന്താവും? പറന്നു പോകും അല്ലെ, ഒറ്റയ്ക്ക് പറക്കും. അപ്പൊ എന്ത് ചെയ്യും? അമ്മ മാത്രം ഒറ്റയ്ക്കാവും, നമ്മുടെ ഭയ അല്ലെ, ഭയ മാത്രം ഒറ്റയ്ക്കാവുമ്പം ഞങ്ങള് നിന്റെ കൂടെ നിൽക്കാം എന്നാ കുട്ടികൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് ഏത് വരിയിലായിരുന്നു ഈ അർത്ഥം വരുന്നത്? ഏത് വരിയിലായിരുന്നു? ദേ മിസ് പറഞ്ഞുതരാ, നോക്കിയോ എല്ലാരും. ദാ यस, फिर जब उनके पर निकलेंगे उड़ जाएंगे बया बनेंगे. എന്താണ്? फिर जब उनके पर निकलेंगे, पर എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറക് വന്നാൽ എന്ത് ചെയ്യും കുട്ടികളൊക്കെ? ഉഡ് ജായേങ്കേ എന്ന് പറഞ്ഞാൽ എന്താണ്? പറന്നു പോകും ചിറക് വന്നാല്. ബയാ ബനേങ്കെ, അപ്പൊ ആരായിട്ട് മാറും? ബയയായിട്ട് മാറും, ചിറക് വന്നിട്ട് പറന്നു പോവും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? ഹം തബ് തേരെ പാസ് രഹേഗേ, അപ്പോ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാം. ഹം തബ്, ഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ അപ്പോൾ, തബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ, എന്ത് ചെയ്യാം? നിന്റെ കൂടെ നിൽക്കാം. തൂ റോനാ മത് ചിടിയാ റാണി ബയാ ഹമാരി ചിടിയാ റാണി. തൂ റോനാ ന മത് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂ റോനാ മത് എന്ന് പറഞ്ഞാൽ നീ കരയരുത് ചിടിയാ റാണി എന്നാണ് പറഞ്ഞിരിക്കുന്നേ. ഇപ്പൊ മനസ്സിലായോ? ഈ ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അർത്ഥം തരും, ആ അർത്ഥം വരുന്ന വരി നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിച്ച് എഴുതാൻ പറയും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അടുത്ത ചോദ്യം നോക്കുക നമ്മള്. റെഡി? ദേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തായാലും പഠിച്ചു വെക്കണം. A+ ആണ്, A+നുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. എന്താണ് ചോദ്യം? മിസ് വായിക്കാം, എല്ലാരും ശ്രദ്ധിച്ചോ. ജീവോം കോ ജീനെ ദോ വിഷയ് പർ ടിപ്പണി ലിഖേ. എന്തെഴുതാനാ പറഞ്ഞിരിക്കുന്നേ മക്കളെ? ടിപ്പണിയാണ്. എന്തിനെ കുറിച്ചിട്ടാ പറഞ്ഞിരിക്കുന്നേ? ജീവോം കോ ജീനെ ദോ, ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന വിഷയത്തെ കുറിച്ചിട്ട് എന്ത് തയ്യാറാക്കാനാ മിസ്സിന് മക്കളെടുത്ത് പറഞ്ഞിരിക്കുന്നേ? ടിപ്പണി ലിഖേ, ഒരു ടിപ്പണി തയ്യാറാക്കൂ. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. എന്താണ്, എന്തിനെ കുറിച്ചിട്ടാ എഴുതാൻ പറഞ്ഞേ? ജീവോം കോ ജീനെ ദോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ. ഓക്കെ, എന്താണ്? ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ അവരെ ജീവിക്കാൻ വേണ്ടിയിട്ട് വിടൂ എന്നതിനെ കുറിച്ചിട്ട് ഒരു ടിപ്പണി തയ്യാറാക്കണം, ഒരു കുറിപ്പ് തയ്യാറാക്കണം. ടിപ്പണി എന്താണ്? എല്ലാവർക്കും അറിയാവോ? കുറിപ്പാണ് കേട്ടോ. ദേമസ് പറഞ്ഞുതരാ, എല്ലാരും ശ്രദ്ധിച്ചോ. യ ധർത്തി സബ് ജീവോം കാ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൂമി എല്ലാ ജീവികൾക്കും ഉള്ളതാണ് അല്ലേ. സബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും. ഓക്കെ, ഈ ഭൂമി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. യഹാം രഹ്നെ വാലെ സബി ജീവോം കാ ചാരാ ജീനെ കി ജഗ ജീനെ കി തരിക ആദി ഭിന്ന ഹേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? ഇവിടെ താമസിക്കുന്ന, ഈ ഭൂമിയിൽ താമസിക്കുന്ന സബി ജീവോം, എല്ലാ ജീവികളുടെയും എന്തൊക്കെയാണ്? ഭക്ഷണവും ജീവിക്കുന്ന സ്ഥലവും ജീവിത രീതിയും എല്ലാം വ്യത്യസ്തമാണ്. തരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത രീതി. ഓക്കെ, ജഗഹന്ത സ്ഥലം, അവര് ജീവിക്കുന്ന സ്ഥലവും പിന്നെ എന്താണ്? അവരുടെ ചുറ്റുപാടും എല്ലാം വ്യത്യസ്തമാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? ചാരാ തലാരാനെ കേലിയേ പ്രാണിയോം കാപ്ന തോർ തരിക ഹേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേടാ? അവര് ഭക്ഷണം തിരയുന്നത് എങ്ങനെയാണ്? പ്രാണികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ട് അല്ലേ. പലരും പല പോലെയാണ്. പൂച്ച ഭക്ഷണം തിരയുന്ന പോലെയല്ല നായ ഭക്ഷണം തിരയുന്നത്, അതേപോലെയല്ല പക്ഷികൾ ഭക്ഷണം കണ്ടുപിടിക്കുന്നേ അല്ലല്ലോ. അതാ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ജീവികൾക്കും ഭക്ഷണം കണ്ടുപിടിക്കാൻ, ഭക്ഷണം തിരയുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള വഴികളുണ്ട്.
അപ്നാ തൗർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്നാ തൗർ എന്ന് പറഞ്ഞാൽ അവരുടെ തോർ തരിക, രീതിയുണ്ട്. ഓക്കെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയുണ്ട്. കുച്ച് പ്രാണി സർദിമേം കുച്ച് ഗർമിമേം ജീത്തെ ഹേ. കുറച്ച് ജീവികളൊക്കെ എന്താ ചെയ്യുന്നത്? പ്രാണികളൊക്കെ തണുപ്പിൽ ജീവിക്കുന്നുണ്ട്, ബാക്കി ചിലതൊക്കെയോ ചൂടിലും ജീവിക്കുന്നുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. സർദി എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പാണ്. ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്, അല്ലെ? ചൂട് ക്ലൈമറ്റിലും തണുപ്പ് ക്ലൈമറ്റിലും ജീവിക്കുന്ന ജീവികളൊക്കെ ഉണ്ട്, അതാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെയോ ഹർ പ്രാണി അപ്നെ ബച്ചോം കി നിഖ്റാനി ഖുദ് കർ സക്താ ഹേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേടാ? തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രാണികളും ഓരോ ജീവികളും തന്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. ഓക്കെ ഓക്കെ, സംരക്ഷണം നൽകുന്നു. റെഡി? പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? घोंसले के बच्चों को चिड़िया चारा देती है, पंख निकलने पर उड़ जाना चिड़ियों की सजव वृत्ति है. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേടാ? പക്ഷികൾ എന്താണ്? കൂട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആഹാരം നൽകുന്നത്. ഓക്കെ, പക്ഷികൾ എന്താ ചെയ്യുന്നത്? കൂട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഗോസല എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടാണ്. എന്താണ് ചെയ്യുന്നത്? കൂട്ടിലെ ബച്ചോംകോ കുട്ടികൾക്ക് എന്താണ് നൽകുന്നത്? കുട്ടികൾക്ക് ചാരാ ദേത്തി ഹേ. ചാരാ ദേത്തി എന്ന് പറഞ്ഞാൽ സംരക്ഷണം. ഓക്കെ, സംരക്ഷണം നൽകുന്നു. ഓക്കെ, സംരക്ഷണമല്ല, ആഹാരം നൽകുന്നു. റെഡിയാണല്ലോ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? പങ്കി നികൽനെ പർ ഉഡ് ജാന ചിടിയോം കി സജവ് വൃത്തി ഹേ. ചിറക് വന്നു കഴിഞ്ഞാൽ പറന്നു പോവുക എന്നുള്ളത് എന്താണ്? പക്ഷികളുടെ എന്താണ്? സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അവരെപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. എന്താണ് അത്? വലിയ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമല്ല. ചിറക് വന്നു കഴിഞ്ഞാൽ പക്ഷികൾ പറന്നു പോവും എന്നുള്ളത് എന്താണ്? സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ്. ചിടിയോം കി സജവ് വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവ രീതി. ഓക്കെ, അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത എന്താ പറഞ്ഞേ? വേ ഗത്തരേമേം പടേ ദേഖേ തോ ഹം ഉൻകി മദദ് കരേം ഗർമി മേം പ്യാസേ ചിടിയോം കോ പാനി ദേം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? അവര് ഈ ജീവികളും പക്ഷികളൊക്കെ അപകടത്തിലാണെന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? അവരെ സംരക്ഷിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗത്തരേം എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടം. ഓക്കെ, അവർ അപകടത്തിലാണ് എന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഉൻകി മദദ് കരേം, അവരെ സഹായിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് എന്താ പറഞ്ഞേ? ഗർമി മേം പ്യാസേ ചിടിയോം കോ പാനി ദേം. എന്താണ്? വേനൽക്കാലത്ത് ദാഹിക്കുന്ന പക്ഷികൾക്ക് നമ്മൾ എന്തുകൂടെ ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? വെള്ളവും നൽകണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗർമി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാണ്. വേനൽക്കാലമാണ്. പ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാഹമാണ്. ദാഹിക്കുന്ന ചിടികൾക്ക് നമ്മൾ എന്ത് നൽകണം? വെള്ളം നൽകണം. റെഡിയല്ലേ? ഇങ്ങനെ ഒരു കുറിപ്പാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്ത് ചോദിച്ചാല്? പക്ഷികളെ കുറിച്ചിട്ടോ ജീവികളെ കുറിച്ചിട്ടോ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാല് അവരെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. സെറ്റ് അല്ലേ? റെഡി? ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ഹിന്ദി ഒരു വട്ടം വായിച്ചു കഴിയുമ്പോൾ അയ്യോ മിസ്സേ മനസ്സിലാവുന്നില്ല മിസ് പറഞ്ഞു തരുമ്പോൾ മനസ്സിലായി, പിന്നെ ഓർക്കാൻ പറ്റുന്നില്ല മിസ്സേ എന്ന് പരാതി പറയുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചോ. മിസ് നിങ്ങൾക്ക് മലയാളവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക? ആദ്യം ഒരു വരി ഹിന്ദി വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾ മലയാളവും വായിച്ചു നോക്കിയാൽ മതി. അപ്പം സെറ്റ് ആവും. റെഡി അല്ലേ? ഓക്കെ, ഇനി ലാസ്റ്റത്തെ ചോദ്യം എന്താണ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന A+ ചോദ്യം ഏതാണ്? ഇങ്ങനെ നിങ്ങൾക്കൊരു ചിത്രം തരും. ചോദ്യം എന്താ കൊടുത്തിരിക്കുന്നേ? യഹാം അന്ധ വ്യക്തി സഡക് പാർ കർണേക്ക് കോശിഷ് കർ രഹാ ഹേ. ഇവിടെ അന്ധമായിട്ടുള്ള ഒരു വ്യക്തി റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ലിഗേ ചിത്രമേം ക്യാ ക്യാ ഹോ രഹേ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എഴുതൂ. ലിഗേം എന്നാ പറഞ്ഞത്? എഴുതൂ. ചിത്രത്തിൽ എന്തൊക്കെയാ നിങ്ങൾ കാണുന്നത്? ഒന്നാമത്തെ ചിത്രം നോക്കിയേ. എന്താണ്? ഒരാൾ ഇങ്ങനെ കൈ കണ്ണടച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനാണ്? റോഡ് കടക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പൊ എങ്ങനെയാ അത് എഴുതുന്നത്? ഇവിടെ കൊടുത്തേ നോക്കിയേ. ഏക് അന്ധ വ്യക്തി സഡക് പാർ കർണേക്ക് കോശിഷ് കർ രഹാ ഹേ. ഒരു അന്ധ വ്യക്തി, അന്ധമായിട്ടുള്ള വ്യക്തി. സഡക് പാർ കർണേ. സഡക് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ്. പാർ കർണ മുറിച്ചു കടക്കുക. ഓക്കെ, റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടിയിട്ട്
കോശിഷ്. കോശിഷ് എന്ന് പറഞ്ഞാല് ശ്രമം, ശ്രമിക്കുകയാണ് അല്ലേ? അതല്ലേ ചിത്രത്തിൽ കാണുന്നത്? യെസ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിയേ. ആ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന ആളുടെ ഫ്രണ്ടിലേക്ക് 2 കുട്ടികൾ വരികയാണല്ലേ? ബച്ചോം അല്ലെ, 2 കുട്ടികൾ വരികയാണ്. അത് നമ്മൾ എങ്ങനെയാ എഴുതുക നോക്കിയേ. ഏക് ലടുക്ക ഓർ ലടുക്കി ഉൻകെ പാസ് ആത്തെ ഹേ. ഒരു ലടുക്കയും ലടുക്കിയും, ആൺകുട്ടിയും പെൺകുട്ടിയും. ഉൻകെ പാസ്, പാസ് എന്ന് പറഞ്ഞാല് അടുത്ത്, അടുത്തേക്ക് വരുന്നു അല്ലെ? അടുത്തേക്ക് വന്നു അല്ലെ? അടുത്ത് എന്താ സംഭവിച്ചേ? മൂന്നാമത്തത് എന്താ ചിത്രം നോക്കിയേ. ആ 2 കുട്ടികളൂടെ ചേർന്നിട്ട് ആ കണ്ണ് കാണാത്ത അന്ത് വ്യക്തിനെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യിപ്പിക്കുകയാണല്ലേ? എങ്ങനെയാ നമ്മൾ എഴുതുക? ബച്ചേം ഉസ് അന്ത് വ്യക്തി കോ സടക് പാർ കർനെ മേ മദദ് കർത്തെ ഹേ. ബച്ചോം കുട്ടികൾ എന്ത് ചെയ്തു? അന്ത് വ്യക്തിയെ സടക്ക് പാർ കർനെ മേം റോഡ് മുറിച്ചു കടക്കാൻ മദദ് കർത്തേം സഹായിക്കുന്നു അല്ലേ? സഹായിച്ചു. ഇനി ലാസ്റ്റിലത് എന്താണ്? റോഡ് മുറിച്ച് കടന്നപ്പം ആ കണ്ണ് കാണാത്ത ആൾ എന്താ ചെയ്യുന്നത്? ആ കുട്ടികളുടെ അടുത്ത് എന്താണ്? കുട്ടികളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് താങ്ക്സ് പറയൂലേ അല്ലേ? താങ്ക്സ് പറയാണ്. അതെങ്ങനെയാ എഴുതുന്നത്? അന്ത് വ്യക്തി ബച്ചേസെ ധന്യവാദ് കർത്തേം. എന്താണ്? ധന്യവാദ് എന്നാണ്. ദാ ധന്യവാദ്. ഓക്കെ, റെഡി? ധന്യവാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി കഹ്ത, നന്ദി പറയുന്നു. റെഡി അല്ലേ? ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ചിത്രം തന്നിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കും. മിസ്സിന്റെ മക്കൾ എല്ലാവരും അപ്പം അടിപൊളിയായിട്ട് അത് മനസ്സിലാക്കി വെക്കണം. റെഡി അല്ലേ? സെറ്റ് ആണല്ലോ? ഏത് ചാപ്റ്ററാ മിസ് ഇപ്പൊ പറഞ്ഞു തന്നത്? ബയാ ഹമാരി ചിടിയാ റാണി. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന A+ ക്വസ്റ്റ്യൻ ആണ് മിസ് ഇപ്പൊ പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാവരും ഈ ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും. സെറ്റ് അല്ലേ? റെഡി അല്ലേടാ? താങ്ക് യു. എല്ലാവരും നന്നാക്കി പഠിക്കുക കേട്ടോ. യെസ്.